ഇന്നലെ രാവിലെ ഏകദേശം ഒരു 11:15 എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഒരു പനിയും ചുമയും ജലദോഷമായിട്ട് നമ്മളെ പെരുമാതുറ FHSC സെൻറ്ററിൽ കൊണ്ടുവന്നു ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടർ കുട്ടീനെ ചികിത്സിച്ചിട്ട് ഇതിൻ്റെ മെഡിസിൻ എഴുതി തന്നു. നമ്മൾ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഫാർമസിയിലോട്ട് പോയപ്പോൾ ഫാർമസിയിൽ നിന്ന് ഒരു 3 മരുന്ന് തന്നു. ഈ മരുന്ന് അതിൽ ഒരു മരുന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നാണ്. അത് അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഈ കഫം പോകാനുള്ള. ആ മരുന്ന് 2023 3-ാം മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള മരുന്നാണ്. അത് 2024 8-ാം മാസം അതിൻ്റെ കാലാവധി കഴിയാണ്. അപ്പോൾ ആ മരുന്നാണ് ഇവർക്ക് തന്നത്. അത് ഇന്നലെ ഒരു നേരം രാവിലെ കുട്ടിക്ക് കൊടുത്തു. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിച്ച് വീട്ടിൽ പോയതിനു ശേഷം കൊടുത്തു. രണ്ടാമത് രാത്രി കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ലേബിൾ നോക്കിയപ്പോൾ ഈ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നായിട്ട് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന ഏകദേശം 1-2 ആൾക്കാർക്ക് അടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞു, മെമ്പറിനെ അറിയിച്ചപ്പോൾ രാവിലെ ആവട്ടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇന്ന് രാവിലെ വന്ന് എൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഇവരിത് നിഷേധിക്കുകയാണ് ചെയ്തത്. അവരിങ്ങനെ ഒരു മരുന്ന് ഇവിടെ കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ അവരുടെ രജിസ്റ്റർ എടുത്തിട്ട് നോക്കിയപ്പോൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരത് സമ്മതിച്ചു. ഉപയോഗശൂന്യമായ മരുന്നുകൾ വെച്ചിരിക്കാൻ പാടില്ല. എത്രയോ തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസമില്ലാത്ത ഞങ്ങളെ പോലുള്ളവർ ഈ കിടക്കുന്ന സ്ഥലത്ത് ഇവർ കൊടുക്കുന്ന മരുന്നുകൾ വാങ്ങിച്ച് കുടിച്ച് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ആര് ഉത്തരവാദിത്തം പറയും? അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട DMOയ്ക്കും അതിൻ്റെ മിനിസ്റ്റർക്ക്, കളക്ടർക്ക് എല്ലാവർക്കും രേഖാമൂലം ഞങ്ങൾ ഇതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടരായിട്ട് ഇതിൻ്റെ അന്വേഷണം നടത്തി ഇതിനെ നിയമമായ നടപടി സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ സമരമായിട്ട് ഞാൻ മുൻപോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്.